ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. എംഎൽഎക്കും യുഡിഎഫിനും എതിരെ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിലൂടെ സ്വയം അപഹാസ്യരായി മാറിയെന്നും സത്യം മനസ്സിലാക്കുവാൻ നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാമെന്നും അവർ ഈ സമരത്തെ പുച്ഛിച്ച് തള്ളുമെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ്. തങ്ങൾക്ക് ഇതുവരെ ചെയ്യാൻ കഴിയാത്തത് ആര്യാടൻ ഷൗക്കത്ത് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ എംഎൽഎക്കും കോൺഗ്രസിനും യുഡിഎഫിനുമെതിരെ ഉണ്ടയില്ലാവിടിയാണ് നിങ്ങൾ പൊട്ടിക്കുന്നത്. ഇത് ജനം തിരിച്ചറിയും. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വ്യക്തതയില്ല. നിങ്ങൾ കഴിഞ്ഞ 4.25 കൊല്ലക്കാലം സമ്പൂർണ്ണ പരാജയമാണ്. ഈ നിലമ്പൂർ നഗരസഭയിൽ എടുത്തു പറയത്തക്ക രീതിയിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി എവിടെയും എത്താതെ കിടക്കുകയാണ്. ഇനി 3 മാസക്കാലം മാത്രമാണ് നിങ്ങൾക്ക് കാലാവധി ഉള്ളത്. അപ്പോൾ നിങ്ങൾ അവിടെ ഇതിനാവശ്യമായിട്ടുള്ള നടപടികൾ നടത്തിയിട്ടില്ല. അവിടെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ സ്ത്രീകൾ, വൃദ്ധരടക്കം യാത്രക്കാർക്ക് മലമൂത്ര വിസർജനം പോലും നടത്താൻ സൗകര്യമില്ലാതെ മഴ വന്നാൽ മഴയത്തും വെയിൽ വന്നാൽ വെയിലത്തും അവിടെ ആളുകൾ ഈ കടയുടെ ഓരത്ത് നിൽക്കുകയാണ്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ ചെട്ടിയങ്ങാടി പുതിയ ബസ് സ്റ്റാൻഡ് യുഡിഎഫ് ഉണ്ടാക്കിയതാണ്. അവിടുത്തെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അവിടുത്തെ ശൗചാലയം, അവിടുത്തെ കംഫർട്ട് സ്റ്റേഷൻ ദിവസങ്ങളോളമായി പൂട്ടിക്കിടക്കുകയാണ്. ഒരു കക്കൂസ് തുറക്കാൻ പോലും കഴിയാത്തവരാണ് നിങ്ങളെന്ന് പൊതുജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കഴിവുകേട് മറച്ചു വെക്കാനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള സമരവുമായിട്ട് ഇറങ്ങുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സംസ്ഥാന ഭരണവും ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും എംഎൽഎയും ഉണ്ടായിട്ടും എല്ലാ സൗഭാഗ്യങ്ങളോടെ കഴിഞ്ഞ 5 വർഷത്തോളം നഗരസഭാ ഭരണം നടത്തിയിട്ടും ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനായി യാതൊന്നും ചെയ്യാൻ പറ്റാത്തതിലുള്ള നൈരാശ്യം മറച്ചുപിടിക്കുന്നതിനും പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനും വേണ്ടിയാണ് സമരം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ ആശുപത്രിയുടെ വികസനമെന്നല്ല, ഒരു വികസനത്തിനും കോൺഗ്രസും യുഡിഎഫും ഒരു കാലത്തും എതിരായി നിന്നിട്ടില്ല. ജില്ലാ ആശുപത്രിയുടെ വികസന ആവശ്യത്തിനായി UP സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിനായി കൗൺസിൽ എടുത്തുകൊടുത്ത തീരുമാനം എന്തായെന്നും 3 വർഷം കഴിഞ്ഞിട്ടും ഈ തീരുമാനത്തിൽ നടപടി ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണെന്നും UP സ്കൂൾ വീട്ടിക്കുത്തി സ്കൂളിലേക്ക് മാറ്റാനായി എടുത്ത തീരുമാനത്തിന്റെ രേഖകൾ പുറത്തുവിടാമോ എന്നും അദ്ദേഹം ചോദിച്ചു. തന്റെ കഴിവുകേട് മറച്ചുപിടിക്കാൻ നഗരസഭാ ചെയർമാൻ നടത്തുന്ന നാടകമാണ് ഈ സമരമെന്നും അദ്ദേഹം പറഞ്ഞു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം നടത്താൻ കഴിയാതെ പൊതുജനം മഴയും വെയിലും കൊണ്ട് ബസ് കാത്തു നിൽക്കുകയാണ്. അഴിമതിയും കമ്മീഷൻ വാങ്ങലും മാത്രമാണ് നഗരസഭയിൽ നടക്കുന്നതെന്നും നിലമ്പൂര് കണ്ട ഏറ്റവും പരാജയപ്പെട്ട ചെയർമാനായി ഈ നഗരസഭാ ചെയർമാൻ മാറിയിരിക്കുകയാണെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജനം എഴുതി തള്ളിയിട്ടും വീണ്ടും വീണ്ടും പൊതുജനത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഭരണസമിതി അഴിമതിയുമായി മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.